ഹായ് ഫ്രണ്ട്സ്, സാബ്ന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ആമസോൺ പ്രൈം വഴി ഈ അടുത്ത് റിലീസ് ചെയ്ത ഒരു ത്രില്ലർ മൂവി, ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തെലുങ്ക് മൂവി ആണെങ്കിൽ പോലും തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. സിനിമയുടെ പ്ലോട്ട് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ. സിനിമയിലെ നായകനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു ജയിലിലാണ്. ആ ജയിലിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ട് നമ്മുടെ നായകൻ ജയിലിൽ കിടക്കുകയായിരിക്കും. ഒരു ദിവസം പുലർച്ചെ നോക്കുന്ന സമയത്ത് നമ്മുടെ നായകനെ ആ ജയിലിൽ കാണില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ജയിലിൽ ചാടിപ്പോയി, നമ്മുടെ നായകൻ ജയിലിൽ ചാടി. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൂ പോലും അവശേഷിപ്പിച്ചിട്ടില്ല, ഈ പൂട്ട് തകർത്തിട്ടില്ല, ഈ ഭിത്തികളൊന്നും തുറന്നിട്ട് വലിയ തുരങ്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്രത്യക്ഷമായതുപോലെ അവിടെ നമ്മൾ മാഞ്ഞു പോയിരിക്കുകയാണ്. അതെന്താണ് സംഭവം? ഇത് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന രണ്ട് ഡിറ്റക്റ്റീവുകൾ ഇതെന്ത് എന്നുള്ളത് അന്വേഷിക്കുന്നതും അതിന് എന്താ പറയുക, രഹസ്യങ്ങൾ ചുരുളഴിയുന്നതാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. സിനിമയുടെ പേര് വരുന്നത് ആരംഭം എന്നാണ്. ആമസോൺ പ്രൈമിൽ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. തെലുങ്ക് മൂവിയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. മോഹൻ ഭരത്, സുപ്രിയ സത്യനാരായണൻ, രവീന്ദ്ര വിജയ് എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ലോ ബഡ്ജറ്റ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയാണ്. അജയ് നാഗ് വി ആണ് ഈ ഒരു സിനിമയുടെ കഥ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അതായത് ഇതുപോലുള്ളൊരു പ്ലോട്ട് കാരണം മലയാള സിനിമയിലൊന്നും തെലുങ്ക് സിനിമയിലൊന്നും വന്നില്ല. തെലുങ്ക് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സംഭവമാണ് ഈ സംഭവം എന്നുള്ളത്. പിന്നെ അതിൻ്റെ പ്ലോട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, അതെന്താ സംഭവം എന്നുള്ളത്. ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. സയൻസ് ഫിക്ഷൻ മൂവി എന്ന് പറഞ്ഞാൽ ഒരു ലോ ബഡ്ജറ്റ് സയൻസ് ഫിക്ഷൻ മൂവിയാണ്. വലിയ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എടുത്തൊരു സിനിമ. അത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് വർക്കുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നല്ല രീതിയിൽ, ടെക്നിക്കൽ സൈഡുകളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചില ആൾക്കാർക്ക് ഈ സിനിമയുടെ കളർ ടൂണും കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഇത്രയും കൂടെ ഇഷ്ടാവില്ല. എനിക്ക് ആ സിനിമയുടെ കളർ ടൂൺ വലിയൊരു ലൈക്കായിട്ടില്ല എന്നുള്ളതാണ്. അത് അവരുടെ ആ ഒരു എന്താ പറയുക, പിന്നെ തെലുങ്ക് ആ ഒരു കൾച്ചറിൽ ചെയ്ത ഒരു സംഭവം ആയതുകൊണ്ടായിരിക്കാം ആ ഒരു സംഭവം. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് തെലുങ്ക്, തമിഴ് എന്നിവയുടെ പടങ്ങളൊക്കെ കാണാറുള്ളത് കൊണ്ട് അത് ഒരു ലൈക്കായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു കിഡിലെന്നൊന്നും സൂപ്പർ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും നല്ല രീതിയിൽ ചെയ്തു വെച്ച ഒരു നല്ലൊരു സിനിമയാണ് ആരംഭം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു വൗ ഫാക്ടർ എന്നുള്ള സംഭവങ്ങളൊന്നും സിനിമയില്ല എന്നുള്ളത് വലിയൊരു നിരാശയായിരുന്നു സംഭവം. ഫസ്റ്റ് തന്നെ ഈ ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ തന്നെ ഇതെന്താണ്, എങ്ങനെ, എവിടെ പോയി എന്നുള്ളൊരു ആ ഒരു സംഭവം മനസ്സിലുണ്ടാവും. പക്ഷെ എന്നാലും ക്ലൈമാക്സിൽ എത്തുന്ന സമയത്ത് ഒരു വൗ ഫാക്ടർ നൽകുന്ന ഒരു സംഭവം എനിക്ക് സിനിമയിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്നാലും ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റിന് സൂപ്പർ കയ്യടി തന്നെ കൊടുക്കേണ്ടതാണ്. അടിപൊളി തന്നെയായിരുന്നു. ഇതിൻ്റെ എല്ലാ സയൻറ്റിഫിക് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റിലേക്ക് നമ്മളെ വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും ചില സംശയങ്ങളൊക്കെ ബാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കാം. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. തെലുങ്ക്, തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. കണ്ടു നോക്കാവുന്നതാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും